ഹായ് ഗൈസ്, വെൽക്കം ടു സനി തോട്ട്സ്. നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ട്രെയിലർ റിയാക്ഷനുകളൊന്നും ചെയ്യാറില്ല. അപ്പോൾ കുറേ ആൾക്ക് ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്ത് നോക്കാമെന്ന് കരുതി. അതിന് പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റം കൈ കിട്ടിയിട്ടുണ്ട്. നോബഡി. നിസാം ബഷീർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനാവുന്ന നോബഡിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. രാജു സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ടല്ലേ, എല്ലാവരും കൂടെ അധ്വാനിച്ചൊരു മുതൽ സാറിന് സ്വന്തമായിട്ടിരുന്നു എന്ന് വിചാരിച്ചാൽ അത് കുറച്ച് കൂടുതലല്ലേ സാറേ. അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിൻ്റെ പകുതി ഞങ്ങൾക്ക് കിട്ടിയത് മുഴുവൻ ദേഹത്തുണ്ടോ? പകുതിയാക്കണ്ട, മൊത്തമായിട്ട് നന്നാക്കാം. രാജീവ് സാറല്ലേ? സാർ SP ഓഫീസ് വരുന്ന കാരണമായിരുന്നു. രാജുവിന് ഏത് ബാങ്കിൽ അക്കൗണ്ട്? SSB. ഇംഗ്ലീഷനോ? അവിടെ തന്നെ. പിന്നെ രാജീവിനെ ISSB ബാങ്കിൽ പോയാൽ ഇതിന് മുന്നുള്ള സെക്യൂരിറ്റിനെ ലിഫ്റ്റിലിട്ട് താനിങ്ങനെ എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടോ ഞങ്ങൾ പോലീസുകാർ പെട്ടുപോയില്ലടോ. എന്ത് ചെയ്യാനാ സാറേ, കയ്യിലിരിപ്പ് പണ്ടേ കുറച്ച് മോശം. എടാ, ബാങ്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട് കറങ്ങി തിരിച്ചടക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ പൈസ വെക്കുന്ന സേഫ് ആണോ? ഞങ്ങൾ അമ്മരെ ചേസ് ചെയ്ത് 2 ദിവസമായിട്ട് അമ്മമാരുടെ പുറകെ നടക്കുക സാർ. ഓഫീസിലൊക്കെ പരാതിയില്ല, വീട്ടിൽ കയറാൻ വന്ന് അവർക്ക് ഇച്ചിരി ടെൻഷൻ കൊടുത്താലോ? എനിക്കൊരു മിസ്റ്റേക്ക് പറ്റും, അത് ഞാൻ തന്നെ കറക്റ്റ് ചെയ്തോളാം. പക്ഷേ കറക്റ്റ് ചെയ്യുന്ന നീ പറയുന്നേ? നിന്റെ ഈ മിസ്റ്റേക്കില്ലേ ഇവിടുത്തെ പോലീസുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അയാൾക്കൊരു ഫാമിലി ഉള്ളതാണ്. അതൊക്കെയാണ് എന്റെ വലിയ കാര്യം. രാജീവനൊരു ക്രിമിനലാണ്, അത് മീരയ്ക്കും അറിയാവുന്ന കാര്യമാണ്. രാജീവിനൊന്നും പറയാനില്ലേ സർ? അത് ഈ എന്താണെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയില്ല. അയാളോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടെന്താ, പപ്പയുടെ കൂടെ അടിപൊളാൻ വന്നവരായിരുന്നു. ഇപ്പൊ ജീവനോടില്ല. ഓക്കെ, അപ്പോൾ ജൂലൈ 9 സിനിമ റിലീസാണ് എന്ന് പറയുമ്പോൾ ഇനി ഏകദേശം ഒരു 2 ആഴ്ചക്കുള്ളിൽ പടം വരും. ഈ പടത്തിൻ്റെ ട്രെയിലറും ടീസറും വന്നപ്പോൾ തൊട്ട് ഒരു മിസ്റ്ററി കീപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളി കൾപ്രിറ്റ് ആണോ, പുള്ളി ഹീറോ ആണോ, ഒന്നും മനസ്സിലാവണില്ല. പുള്ളി പോലീസാണോ, പുള്ളി ഒരു ബാങ്ക് എംപ്ലോയി ആണോ, അങ്ങനെ സംഭവം എന്താണെന്ന് ഒരു പിടി കൊടുക്കാണ്ട പടം പോയിക്കൊണ്ടിരിക്കണേ. റോഷാക്കിൻ്റെ ഡയറക്ടറിൻ്റെ പടമാണെന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് വലിയൊരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല കാസ്റ്റ് ഈ സിനിമയിലുണ്ട്. പാർവതി തിലോത്താണ് നായിക, ശങ്കർ രാമകൃഷ്ണൻ, ഹക്കീം ഷാ, സഞ്ജു ശിവറാം, പിന്നെ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ, അങ്ങനെ മധുബാലി, അങ്ങനെ വലിയൊരു താരനിര തന്നെ സിനിമയിലുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ വർഷം നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു പടം തന്നെയാണ് ഐ നോബഡി എന്നാണ് എന്നെ എഴുതി കാണിക്കുന്നത്. നോബഡി എന്ന് ആദ്യമൊക്കെ കേട്ടിരുന്നത്. അപ്പോൾ ട്രെയിലറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി ട്രെയിലറായിട്ടുണ്ട്. ജെക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് BGM, പിന്നെ എല്ലാത്തിനുപരി ഞാൻ പറഞ്ഞ മിസ്റ്ററി കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ പടം കാണണ്ടല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല, ഇതെന്താണെന്ന് ഒരു പിടിയും തരാണ്ട് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ജൂലൈ 9 ഐ നോബഡിക്ക്.